ഹായ് ഗായ്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എമറാത്തി റെസ്റ്റോറൻറ്റിലാണ്. അപ്പം റെസ്റ്റോറൻറ്റിൻ്റെ പേര് അൽ ജൽബൂത്ത് റെസ്റ്റോറൻ്റ് എന്നാണ്. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. അപ്പം ഞാൻ ഇതുവരെ എമറാത്തി ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല. ഒരു ഡിഫറെൻറ്റ് കുസിൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ജുമേര റോഡിൽ അൽ സൂഖ് മോൾ എന്ന് പറഞ്ഞൊരു മോളുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ മോളിൻ്റെ അകത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ സ്പൈസസ് പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ട് വരല്ല. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു എമറാത്തി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഇവിടെ അവൈലബിൾ അല്ല. എല്ലാത്തിനും ഒരു എരിയും ഇതൊക്കെ കുറവായിരിക്കും. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റാണ്. നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ ഓർഡർ ചെയ്ത ഫുഡ് 1 by 1 ആയിട്ട് വരും. അപ്പം അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഓർഡർ ചെയ്തതിനകത്ത് ആദ്യം തന്നെ അവർ സലാഡാണ് കൊണ്ടുവച്ചത്. ഫത്തൂഷ് സലാഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുവാണ്. നല്ല ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഇതായിരുന്നു സലാഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് നമ്മുടെ തന്തൂരിയാണ്, ചിക്കൻ തന്തൂരി. അപ്പം അതിൻ്റെ കൂട്ടത്തിലും തന്തൂരിയുടെ കൂട്ടിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. പിന്നെ ഞങ്ങളൊരു പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. നല്ലൊരു പ്ലാറ്ററായിരുന്നു. കിങ് ഫിഷ് ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് മീനിൻ്റെ മുട്ടയും കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതെന്തോ കൊണ്ട് തന്നു, എന്താണ് ഞങ്ങൾക്ക് അറിയത്തില്ല. ഒലിവ് ഓയിലാന്ന് തോന്നുന്നു, ഒഴിച്ചില്ല. പിന്നെ ഒരു ചില്ലിയുടെ ചട്നി ഉണ്ടായിരുന്നു. സ്പൈസി വേണമെന്ന് പറഞ്ഞാൽ അവർ സെപ്പറേറ്റ് നമുക്ക് ചട്നി തന്നതാണ്. അപ്പോൾ ഇതായിരുന്നു. പിന്നെ ഒരു സംഭവം കൂടി വരാനുണ്ട്. ആ ഒരു സംഭവമാണ് ഈ കാണുന്നത്, ഒരു പ്ലാറ്റർ. ഇതിനകത്ത് ഈ ഫിഷ് ഏതാണ് ഞാൻ മറന്നുപോയി. പിന്നെ ഉള്ളത് പ്രോൺസും പിന്നെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ മയോണീസും വേറൊരു ചട്നിയും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ സംഭവം കൊള്ളായിരുന്നു. അധികം സ്പൈസസ് ഒന്നും ഇല്ല ഞാൻ പറഞ്ഞതുപോലെ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു സംഭവം. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഞങ്ങൾക്ക് ഫുഡിൻ്റെ കൂടെ കുടിക്കാൻ എന്തെങ്കിലും വേണം. ഞാനൊരു പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. സുചാനും ജിൻറ്റോയും കൂടി ഒരു ലൈമിൻ്റെ ഒരു ജ്യൂസായിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ ഗൈസ്, ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ സുചാനോട് ചോദിക്കാം ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഫുഡ് ഗൈസ്, ആ തലകാട്ടം കണ്ടാലേ അറിയാം ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. സുചാന് ഇച്ചിരി സ്പൈസസ് ഉള്ള ഫുഡാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് പുള്ളിക്ക് അത്ര ഫുഡൊക്കെ അത്ര ബോധിച്ചില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. എനിക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുഴപ്പമില്ല, അധികം സ്പൈസസ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് നോക്കാവുന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി. ആ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു, അതുവഴി കൂടെ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ താഴോട്ട് പോയി. അപ്പം മുമ്പേ ഞാൻ നിങ്ങളെ ഒരു വ്യൂ കാണിച്ചിരുന്നല്ലോ. സീ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ കുറേ ബോട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോകുന്നത്. ഇതുവഴി കൂടെ വാക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പം അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, കാറിൻ്റെ പോലും ബോട്ടുണ്ട് ഇവിടെ. അപ്പം പിള്ളേരെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ, രാത്രിയല്ല, ഒരു ഉച്ച ടൈമിലോ രാവിലെ വല്ലതും വരുവാണെങ്കിൽ നമുക്കിങ്ങനെ ഈ ബോട്ടിലൊക്കെ ട്രാവൽ ചെയ്യാവുന്നതാണ്. ഗൈസ്, ഇതിൻ്റെ ബാക്കിൽ കൂടാണ് ഞങ്ങൾ നടന്നു വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതുവഴി കൂടെ എൻട്രി ഇല്ലായിരുന്നു. ഞങ്ങൾ പോകണം എന്ന് ഉദ്ദേശിച്ച ആ സ്ഥലത്ത്.
അപ്പം ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് പിന്നെയും കറങ്ങി അതിൻ്റെ ഫ്രണ്ടിലോട്ട് ചെല്ലണം. ആക്ച്വലി ഈ സൂക്ക് മോളുടെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ജുമേറ ബീച്ചിൽ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. ജുമേറ ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ സൂക്ക് മോൾ എന്ന് പറയുന്നത്. അപ്പം ഈ ബീച്ചിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോളിൽ കയറി ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാവുന്നതാണ്. അങ്ങനെ നടന്ന് എന്തായാലും ഞങ്ങൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നല്ല ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ലൊരു സെറ്റപ്പാണ് അവിടെ ചെയ്തേക്കുന്നത്. സൈഡിൽ കുറേ കുഞ്ഞു ഷോപ്പുണ്ട്. അപ്പം സ്റ്റിൽ അത് ഓപ്പൺ ആയിരുന്നു, ചിലതൊക്കെ അടച്ചു. അപ്പം ഇതുവഴി കൂടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കാമെങ്കിൽ നമ്മൾ ആ കണ്ട ആ ഒരു ബോട്ടൊക്കെ കിടക്കുന്ന ആ ഒരു ഏരിയ ഇല്ലായിരുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്ന് ചെല്ലാം. അപ്പം ഈ ഞങ്ങൾ നടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ജുമേറ ബീച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്താണ് സംഭവം. അപ്പോൾ ഒരുപാട് അടുത്താണ്. അപ്പോൾ ബീച്ച് വരുന്നവർക്ക് ഇവിടെ വരാം. കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുവഴി കൂടി ഇങ്ങനെ നടന്ന് കഴിച്ചതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാം. ഇതുവഴി കൂടി നടക്കാനും നല്ല രസമാണ്. ലൈക്ക് നല്ലൊരു ആ ബീച്ചിൻ്റെ ഒക്കെ ചെറിയൊരു സൗണ്ടുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാനാണെങ്കിലും നല്ല രസമാണ്. കുട്ടികളെ കൊണ്ട് വരാനൊക്കെ നല്ലതാണ്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.